ഹലോ ഫ്രണ്ട്സ്, സോക്കർ ലൈവ് മലയാളത്തിന് വെച്ചിട്ട് പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ടിപ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടൊരു ടോപ്പിക്കാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് മറ്റൊന്നല്ല, ഫേക്ക് പെനാൽറ്റിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പെനാൽറ്റിയിൽ ഗോൾ കീപ്പറെ ഫേക്ക് ചെയ്തിട്ട് പെനാൽറ്റി അടിക്കുന്ന രീതി. അപ്പോൾ ആ രീതി ചെയ്യാനുള്ള ഒരു ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ റണ്ണപ്പിൽ തന്നെ തുടങ്ങാം. നമ്മൾ റണ്ണപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫേക്ക് പെനാൽറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് രീതിയിലാണ് പെനാൽറ്റിയിൽ റണ്ണപ്പ് എടുക്കാൻ കൂടുതൽ ചാൻസ്. അപ്പോൾ അതൊന്ന് കാണിക്കാം. ഒന്നാമത്തെ രീതി, ബോളിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് എടുക്കുന്ന ഒരു രീതി. ഇപ്പം ഇങ്ങനെ ബോളിന് കുറച്ച് ബാക്കിൽ ഒരു 5 ഫുട്ട് ബാക്കോട്ട് എടുത്തിട്ട് കുറച്ച് ആംഗിളിൽ നിന്ന് അടിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ വേറെ രീതി എന്ന് വെച്ചാൽ, ബോൾ നേരെ സ്ട്രെയിറ്റായി ബാക്കോട്ട് വന്നിട്ട് അടിക്കുന്ന ഒരു രീതി. ഇങ്ങനെ 2 രീതികളാണ് ഉള്ളത്. ഈ സ്ട്രെയിറ്റായിട്ട് അടിക്കുന്ന രീതിയിൽ ബോൾ അധികവും ടാർഗറ്റ് ചെയ്യാൻ സാധ്യത ഗോൾ കീപ്പർ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതായത് അടിക്കുന്നവരെ റൈറ്റ് സൈഡിലേക്ക് അടിക്കാൻ കൂടുതൽ സാധ്യത 80% ചാൻസ് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ആംഗിൾ എടുത്ത് അടിക്കുന്ന രീതിയിൽ മാക്സിമം ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേസാണ് ഗോൾ കീപ്പർ റൈറ്റ് സൈഡ്, അതായത് അടിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇതിൽ ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അത് നേരെ ഓപ്പോസിറ്റായി ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പെനാൽറ്റി അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ അടിക്കുന്ന രീതി റൈറ്റ് സൈഡാണ് അടിക്കുന്ന ആളുടെ. അപ്പോൾ അത് നേരെ ലെഫ്റ്റിലേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുറച്ച് ഡിഫിക്കൽട്ടാന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേങ്കിൽ കുറച്ച് പവർ കൊടുത്ത് അടിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ആംഗിൾ എടുത്ത് അടിക്കുന്ന ആൾക്കാർ നേരെ ഇപ്പുറത്തെ സൈഡ്, ഗോൾ കീപ്പറെ ലെഫ്റ്റ് സൈഡ്, അതായത് അടിക്കുന്ന ആളെ റൈറ്റ് സൈഡിലേക്ക് ബോൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കുറച്ചും കൂടി എളുപ്പമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഐ കോണ്ടാക്ട് വെച്ച് നമ്മളെ ടാർഗറ്റിലേക്കുള്ള നമ്മളെ കണ്ണിൻ്റെ നോട്ടം വെച്ചിട്ട് ഫേക്ക് ചെയ്യുന്നൊരു രീതി. അതിപ്പോൾ നമ്മൾ സാധാരണ ടാർഗറ്റിലേക്ക് നമ്മളെപ്പോൾ കണ്ണ് എയിം ചെയ്യുക, പക്ഷേ നേരെ നമ്മൾ നോക്കേണ്ട ഭാഗം, നമ്മൾ അടിക്കാത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കിയിട്ട് ഗോൾ കീപ്പർ ഫേക്ക് ചെയ്യുക. നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് അടിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ അടിക്കുന്നത് വരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ഇത് ഗോൾ കീപ്പർ ഫേക്ക് ആയതിനു ശേഷം റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. അതാ ഒരു രീതി. അതായത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ബോൾ ടാർഗറ്റിലേക്ക് തന്നെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പെനാൽറ്റി പുറത്തായി പോകാൻ സാധ്യതയുള്ളൊരു രീതിയാണിത്. അങ്ങനെ പുറത്താകാതെ ടാർഗറ്റിലേക്ക് തന്നെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ ഒരു രീതി, കണ്ണുകൊണ്ട് ഫേക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, കണ്ണുകൊണ്ട് തന്നെ ഫേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്, നമ്മൾ ഗോൾ കീപ്പറെ മാത്രം വാച്ച് ചെയ്യുക. ടാർഗറ്റിലേക്ക് വാച്ച് ചെയ്യാണ്ട് ഗോൾ കീപ്പറെ മാത്രം വാച്ച് ചെയ്തുകൊണ്ട് പെനാൽറ്റി എടുക്കാൻ വേണ്ടി റണ്ണപ്പ് ചെയ്യുന്നതിനിടയ്ക്ക്, അപ്പം ഗോൾ കീപ്പർ ഡൈവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു രീതി, സാധ്യതയുള്ളൊരു പ്ലേസ് നമുക്ക് ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗോൾ കീപ്പർ ഏതൊരു ഭാഗത്തേക്കാണോ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ടാർഗറ്റ് തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ റണ്ണപ്പിലാണ് നമ്മളെ ആ ടാർഗറ്റ് എങ്ങോട്ടേക്കാണ് അടിക്കേണ്ടതെന്നുള്ളത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അത് ഗോൾ കീപ്പറെ മൂവ്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഒരു കാര്യം. മൂന്നാമത്തെ ഒരു രീതി, ഫേക്ക് ചെയ്യുന്നൊരു രീതിയാണ്, നമ്മളെ നോൺ സ്ട്രൈക്കിംഗ് ഫൂട്ട് വെച്ചിട്ട് ഗോൾ കീപ്പർ ഫേക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഗോൾ കീപ്പർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നോൺ സ്ട്രൈക്കിംഗ് ഫൂട്ട് എങ്ങോട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കിക്ക് എടുക്കുമ്പോൾ നമ്മൾ നോൺ സ്ട്രൈക്കിംഗ് ഫൂട്ട് നമ്മൾ ടാർഗറ്റിലേക്കായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു ഫേക്ക് പെനാൽറ്റി എടുക്കുമ്പോൾ നിങ്ങൾ ആ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഒരു പെനാൽറ്റി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് അടിക്കുന്ന രീതിയിൽ നമ്മളെ നോൺ സ്ട്രൈക്കിംഗ് ഫൂട്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഗോൾ കീപ്പർ ഫേക്ക് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ ആക്യുറസിയിൽ കുറച്ച് ബുദ്ധിമുട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു രീതിയും കൂടി എഫക്റ്റീവാൻ നല്ല ചാൻസ് ഉള്ളൊരു രീതിയാണിത്. കൂടുതൽ ഗോൾ കീപ്പേഴ്സും ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമ്മളെ പെനാൽറ്റി സേവ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു രീതികളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ നമ്മൾ
ഗോൾ കീപ്പർ ഫേക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രാക്ടീസ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നല്ലോണം ഈ ഒരു പറഞ്ഞ ടിപ്സ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നല്ല കോൺഫിഡൻറ്റും ആയിരിക്കണം. ഇപ്പോൾ ഒരു നല്ല പ്രഷറുള്ള സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക പെനാൽറ്റി ടാർഗറ്റിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, എന്നിട്ട് ഇത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഇതുപോലെ അടിച്ച് പൊട്ടിച്ചു